നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി അങ്ങനെ പോണോന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ആ പിന്നെ കുഞ്ഞിലെ ഒരു സ്ഥലത്ത് പോണോന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയൊരു സ്ഥലമുണ്ട്. എനിക്ക് പെട്ടെന്നൊരു പനി വന്നു, അതുകൊണ്ട് ഞാനും അമ്മയും പോയില്ല. നമുക്ക് അവിടെ പോയാലോ? അതെവിടായിരുന്നു? മൂകാംബിക ക്ഷേത്രം. എവിടെ? മൂകാംബിക ക്ഷേത്രം സച്ചേട്ടൻ അറിയില്ലേ? ഇനിയിപ്പോ മൊബൈലൊന്നും നോക്കണ്ട, മൂകാംബിക ക്ഷേത്രം ഫിക്സ്. ഹണിമൂണിന് പോകാൻ പറ്റിയ സ്ഥലമാ മൂകാംബിക. എന്റെ അഭിപ്രായത്തില് മൂകാംബിക മാത്രം ആക്കണ്ട, മധുരൈ മീനാക്ഷി ക്ഷേത്രം, ആദിയോഗി ശിവക്ഷേത്രം, അങ്ങനെ കയറി കയറി അവസാനം പത്മനാഭസ്വാമി ക്ഷേത്രത്തില് യാത്ര അവസാനിപ്പിക്കണം. ഹണിമൂൺ യാത്രയായതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കഠിന വ്രതം എടുത്ത് പോവുകയും ചെയ്യാം. അന്ന് അമ്മയ്ക്ക് വരാൻ പറ്റാത്തോണ്ട് അമ്മയും കൂട്ടാം. പിന്നല്ലാതെ നമ്മള് പോകുന്നത് ഹണിമൂണിനാ, അല്ലാതെ തീർത്ഥാടന യാത്രയല്ല. എനിക്ക് മൂകാംബിക തന്നെ പോയേ പറ്റൂന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സച്ചേട്ടൻ ചോദിച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞേ. ഓ ശരി ശരി ശരി, ഇനി അതിന്റെ പേര് പിണങ്ങിയിരിക്കണ്ട. എടോ, വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടേ? എത്രയെന്ന് പറഞ്ഞാ മസിൽ പിടിക്കുന്നത്? അതെ, ഞാനും താനും മാത്രമല്ല പോകുന്നത്, സന്ദീപും ആതിരയും കൂടിയാ. അപ്പോ അവരോടുകൂടി ചോദിച്ചിട്ട് നമുക്ക് സ്ഥലം ഫിക്സ് ചെയ്യാം. അത് ഓർക്കുമ്പോഴാ എനിക്കൊരു പേടി. വല്ല പ്രശ്നം ഉണ്ടാവോ സച്ചേട്ടാ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നമ്മളെ പോലെ തന്നെ അവർക്കും ആഗ്രഹം കാണില്ലേ എവിടെയും പോണം, അവരുടേതായ കുറച്ച് നിമിഷങ്ങൾ വേണമെന്നൊക്കെ. അതൊക്കെ ശരി തന്നെയാ. നമ്മുടെ കാര്യം പോലെ അല്ലല്ലോ സച്ചേട്ട അവരുടെ കാര്യം. വിവാഹം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അത് നമ്മളെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലേ. ഇനി എപ്പോഴാ അനുപേണ്ണ അടുത്ത വിവാഹാലോചനയും കൊണ്ടുവരുന്നതെന്ന് അറിയില്ലല്ലോ. അതിന് അന്ന് നിശ്ചയം മുടങ്ങിയ ദിവസം അതിരെല്ലാവരോടും പറഞ്ഞല്ലോ, അവർക്ക് ഇപ്പോഴെങ്ങും ഒരു വിവാഹം വേണ്ടെന്നും പഠിക്കണമെന്നും. അതെല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. അതെ, താൻ സ്വന്തമായി ആലോചിച്ചു കൂട്ടുന്ന ടെൻഷൻ ഒന്നും ഒഴിവാക്ക്. ഈ ടെൻഷൻ കൊണ്ട് എവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഈ ടെൻഷൻ മാറാൻ വേണ്ടി ആദ്യം മൂകാംബികയ്ക്ക് വിട്ടാലോ? അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോ. എന്റെ ചെവി ഇന്ന് മൊത്തം ഉപദ്രവമാണല്ലോ. ഇനി കളിയാക്കി ഇനി ഉപദ്രവിക്കും. ഇനി എന്താ അടുത്ത ആലോചന? അതല്ല, വേറൊരു പ്രശ്നമുണ്ട്. ചെവി പൊത്തി പിടിച്ച പിന്നെ എങ്ങനെ കേൾക്കാനും സച്ചേട്ടാ? വേറൊരു പ്രശ്നം ഉണ്ടെന്ന്. ഇനി എന്ത് പ്രശ്നം? ഞാനും സച്ചേട്ടനും സന്ദീപും ആതിരയെന്ന് പറഞ്ഞാ എന്റെ വീട്ടില് സമ്മതിക്കുവോ? എനിക്ക് തോന്നുന്നില്ല ഇപ്പോ. അതിന് നമ്മൾ 4 പേരല്ലല്ലോ പോകുന്നേ. പിന്നെ അതൊക്കെയുണ്ട്. എന്താ പ്ലാൻ? പറയൂ സച്ചേട്ടാ. എല്ലാം പറയാം. മോൾ ആദ്യം നാളെ സ്വന്തം വീട്ടിൽ പോകാൻ റെഡിയാവും. ബാക്കിയൊക്കെ ഈ സച്ചിയുടെ ഏറ്റു. ഓക്കേ. കൊള്ളാം. മുഖ്യ ശത്രുവിന്റെ കൂടെ വിനോദസഞ്ചാരം. അതിലും നല്ലത് നമുക്ക് നേരെ ചെന്ന് ചെയ്തു പോയ അപരാധത്തിന് മുഴുവൻ കാല് പിടിച്ച് മാപ്പ് പറയാം. എന്നിട്ട് ചെയ്ത തെറ്റുകൾക്ക് എല്ലാം കൂടി ഗംഗയെ പോയി മുങ്ങാം. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി വേണമെങ്കിൽ അവരോടൊപ്പം ചേർന്ന് ടൂറിനോ എന്ത് വേണമെങ്കിലും പൊയ്ക്കോ. എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല. അവരോടൊപ്പം ഞാൻ പോവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം തോറ്റുപോയിന്നല്ല.
സച്ചി അർച്ചനയും സന്ദീപും മാത്രം പോകുന്നത് നമുക്ക് അപകടമാ. അതാ നമുക്കൂടെ പോവാന്ന് പറഞ്ഞ. എന്ത് അപകടം? അവര് ടൂർ പോകുന്ന നമുക്കെങ്ങനെ അപകടമാവുന്നേ? അവര് പോയിട്ട് വരട്ടെ. അവര് പോകുന്നത് ആ ഗസ്റ്റ് ഹൗസിലേക്കാ. നമ്മൾ പലതും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഗസ്റ്റ് ഹൗസിലേക്ക്. ആ, അവിടെ ഞാനൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ചേച്ചി എന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആ, അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ മുന്നിലുള്ളത് ഒന്നെങ്കിൽ അവരുടെ യാത്ര തടയുക, അല്ലെങ്കിൽ കൂടെ പോവുക. സേതുമാധവനും മക്കളും തീരുമാനിച്ച കാര്യമായതുകൊണ്ട് യാത്ര മുടക്കാനൊരു വഴിയും കാണുന്നില്ല. അതുകൊണ്ട് കൂടെ പോവാം. കൂടെ പോയിട്ട് മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ചേച്ചിയുടെ മനസ്സിൽ? ഉണ്ട്. വലിയൊരു പ്ലാനുണ്ട്. എന്താ അത്? കൊലപാതകം. അർച്ചനയുടെ കൊലപാതകം. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അർച്ചനെ കൊല്ലാനോ? പിന്നെ വേണ്ടേ? ഉള്ള കാലം മുഴുവൻ അവളുടെ വിജയം കണ്ട് നമ്മളിങ്ങനെ ജീവിക്കാനാണോ? ചേച്ചി മുന്നേ എന്നോട് പറഞ്ഞത് വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന. അപ്പൊ ശരിക്കും അർച്ചന നമുക്ക് ഒരു നിവൃത്തികേടാണ് അല്ലേ ചേച്ചി? അതെ. ഇനി ഇങ്ങനെ പോയാ തോൽവിയേക്കാളും വലിയ വലിയ ആപത്തുകൾ നമുക്കുണ്ടാവും. അർച്ചനെ അങ്ങനെ തീർക്കാനാണെങ്കിൽ ഇത്രയും ദൂരം പോകേണ്ട കാര്യമുണ്ടോ നമുക്ക്? ഇവിടെ വെച്ചായിക്കൂടെ? ഇവിടെ വെച്ചായാൽ ഈ വീട്ടിലെ ഓരോരുത്തരുടെ നേർക്കാവും സംശയം. മാത്രമല്ല, അതിൽ കൂടുതൽ സംശയം നമുക്കെതിരെ തന്നെയാവും. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മളല്ല ചെയ്യുന്നതെങ്കിൽ നമ്മൾ സേഫാ. നമ്മളല്ലേ? വേറെ ആര്? പറഞ്ഞുതരാം എല്ലാം. നമ്മൾ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അർച്ചന കൊല്ലപ്പെടുന്നതിനോടൊപ്പം മറ്റൊരാൾ കൂടി ഇവിടെ കൊല്ലപ്പെടും. ആരും പ്രതീക്ഷിക്കാത്ത ഒരാളുകൂടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.